I stand before you to share information and a few thoughts about iShare, an initiative close to our hearts. Through iShare, we intend to cultivate the habit of sharing in our children. Dear children, the more you give, the more you receive. It is the law of nature. Your rupee a day is making a difference in the life of someone needy. Give. Give cheerfully, and you will be blessed. Thank you. I now request our convener, Dr. Jijo Paul, to brief us on the next project that our children have undertaken. A very good evening to one and all. What is the intention behind this simple project called iShare? Answer is very simple. We live this community and we draw benefit out of this community. നമ്മൾ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഈ സമൂഹത്തിൽ നിന്നാണ് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നേട്ടത്തിൻ്റെ ഒരു ഭാഗം, ദൈവം ദാനമായി കിട്ടിയ സമയത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ സഹജീവികളുമായി പങ്കുവെക്കാനുള്ള ഒരു ശ്രേണി നമുക്കുണ്ടാവണം. ഈ ഒരു ഉദ്ദേശമാണ്, ഈ സന്ദേശം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രൊജക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഷെയറിങ് ആൻഡ് കെയറിങ്, പങ്കുവെക്കുക, കരുതുക എന്ന മനോഭാവം കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന ഒറ്റ ഉദ്ദേശമാണ് ഈ പ്രൊജക്റ്റിൻ്റെ പുറകിലുള്ളത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി നല്ല ഹൃദയങ്ങളുണ്ട്, ഒത്തിരി നല്ല കരങ്ങളുണ്ട്. ഈ പ്രൊജക്റ്റ് ആദ്യമായി സ്വപ്നം കണ്ടവർ, മനസ്സിലേറ്റിയവർ, അതുപോലെ തന്നെ ഇതിന് ജന്മം കൊടുത്തവർ, ഇത് പോറ്റി വളർത്തിയവർ, വളരെ മെറ്റിക്കുലസായി, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്, വളരെ കരുതലോടെ ഇത് കൊണ്ടു നടക്കുന്നവർ, എല്ലാവരോടും പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ്, പബ്ലിക് സ്കൂളിലെയും കിൻഡർ ഗാർഡനിലെയും ടീച്ചേഴ്സ്, പേരൻസ്, സ്റ്റുഡൻസ്, iShare ലീഡേഴ്സ്, കോർഡിനേറ്റേഴ്സ് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ ഒത്തിരി നന്ദിയും കടപ്പാടും ഞാൻ PTA പേരിൽ അറിയിക്കുകയാണ്. I think they deserve a big round of applause. Please kindly give them a big hand for them. ഏറ്റവും സന്തോഷം, നമ്മുടെ കുട്ടികൾ ഓരോ രൂപയായിട്ട് ശേഖരിക്കുന്ന ഈ സമ്പാദ്യം ഓരോ പ്രാവശ്യവും അത് അർഹിക്കുന്ന കരങ്ങളിൽ വന്ന് ചേരുന്നു എന്നുള്ളതാണ്. ഈ പ്രാവശ്യവും സ്ഥിതി വിഭിന്നമല്ല. വളരെ സന്തോഷത്തോടെ ഈ തവണയും ഏറ്റവും അർഹിക്കുന്ന കരങ്ങളിലോട്ടാണ് നമ്മൾ ഈ തുക കാഴ്ചവെക്കുന്നത്. Let me come to my official duty assigned on me. It gives me great pleasure to announce the next project which our children have undertaken, the Sisters of Destitute, commonly known as SD Sisters, having an old age home at Chonangambeli. It was started in 19th March 1927, founded by the servant of God, Father Varghese Payapalli, and today it is a home for 150 senior citizens and nearly 30 bedridden patients. We intend to provide an audio-video system for their auditorium. Now I request our director, Reverend Father Jijo Kadavan, Principal Susan Ma'am, PTA President Matthew Sir, the iShare leaders, and Sister Anisha from SD, please come to the stage to hand over the money. പാവപ്പെട്ടവരുടെ കൊച്ചു സഹോദരിമാരുടെ സമൂഹത്തെ നെഞ്ചിലേറ്റി പരിലാളിച്ച വൃദ്ധമന്ദിരങ്ങൾ, ക്യാൻസർ, എയ്ഡ്സ് തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ചവരെ ശുശ്രൂഷിക്കുന്ന സേവന കേന്ദ്രങ്ങൾ, മാനസികമായും ശാരീരികമായും വൈകല്യമുള്ളവർക്കും പുനരധിവാസ കേന്ദ്രങ്ങൾ, കൗൺസിലിംഗ് സെന്ററുകൾ, ആതുരാലയങ്ങൾ, വിദ്യാലയങ്ങൾ, ആഗോളതലത്തിലുള്ള പ്രവർത്തന മേഖല. അവളുടെ സ്വതസിദ്ധമായ ശൈലിയിൽ അഗതിത്വത്തിന്റെ പുതിയിടങ്ങളിലൂടെ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച് കാലത്തിന്റെ വെല്ലുവിളികളെ സധൈര്യം നേരിട്ട് വർഗീസ് പയ്യപ്പള്ളി അച്ഛന്റെ സ്വപ്ന സാക്ഷാത്കാരം. I invite our students to hand over the check for rupees 1 lakh to Sisters of SD, Sister Anisha.